വെടിപ്പോടെ സൂക്ഷിക്കുന്ന വെസൽസ് മാത്രമേ യജമാനന് ഉപയോഗത്തിനായിട്ട് എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ശുദ്ധി വരുത്തിയ വെസൽസിനെ. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് മുടിയനായ പുത്രൻ. അവൻ്റെ അപ്പൻ്റെ അടുക്കൽ നിന്ന് അവൻ്റെ സ്വത്തുക്കളെല്ലാം വാങ്ങിച്ച് വീട് വിട്ടു പോകുന്ന മുടിയനായ പുത്രൻ്റെ പിക്ചർ. അവൻ തിരിച്ച് വീട്ടിൽ വരാനായിട്ട് തീരുമാനിക്കുമ്പോൾ അവനിലുണ്ടാകുന്ന മാനസികമായിട്ടുള്ള പരിവർത്തനമാണ് ഈ ക്ലെൻലിനെസ്സിൻ്റെ ഒരു വലിയ ചടങ്ങ് എന്ന് പറയുന്നത്. അവൻ്റെ മനസ്സ് മുഴുവൻ ശുദ്ധമാക്കിക്കൊണ്ട് ഈസ് ടേക്കിംഗ് എ യു ടേൺ ആൻഡ് കമ്മിങ് ബാക്ക് എന്നിട്ട് ഈ വീട്ടിലേക്ക് വരികയാണ്. ഈ വീട്ടിൽ വരുമ്പോൾ അവിടെ കാണുന്ന ചിത്രങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അനുദപിച്ച് മകനെ നോക്കിയിരിക്കുന്ന ഒരു പാവപ്പെട്ട അപ്പന് ദൈവത്തിൻ്റെ സ്ഥാനത്താണ് നമുക്കറിയാം. വേദപുസ്തകം നോക്കി നമുക്കറിയാം, തടിച്ച കാളക്കുട്ടിയല്ല, തടിപ്പിച്ച കാളക്കുട്ടിയെ അറുത്തെന്നാണ് അവിടെ പറയുന്നത്. തടിപ്പിച്ച കാളക്കുട്ടി എന്ന് പറഞ്ഞാൽ ഈ അപ്പന് എല്ലാ ദിവസവും ഒരു കാളക്കുട്ടിക്ക് കൂടുതൽ ഫുഡ് കൊടുക്കും. എന്താണെന്നറിയാമോ? എൻ്റെ മോൻ വരുമ്പം അവന് വേണ്ടി അറക്കാൻ പറയും. അങ്ങനെ തടിപ്പിച്ച കാളക്കുട്ടി, മലയാളം വായിച്ചാൽ കൃത്യമായിട്ട് അങ്ങനെ ആ മകനെ സ്വീകരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് പ്രോഡിഗൽ സണ്ണിൻ്റെ കഥയിൽ. അവിടെ നടക്കുന്ന ക്ലെൻലിനെസ് എന്ന് പറയുന്നത് ഹി വാസ് ക്ലീനിങ് ഹിംസെൽഫ് ആൻഡ് കമ്മിങ് ബാക്ക്, റിട്ടേണിങ് ബാക്ക് വിത്ത് എ ക്ലീൻ വെസൽ വന്ന് പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നുണ്ട്. ശമര്യക്കാരി സ്ത്രീയുടെ ജീവിതത്തിൽ നടക്കുന്നത് തന്നെയാണ്. നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ സുക്കോറിലെ യാക്കോബിൻ്റെ കിണറിന് മുമ്പിലിരിക്കുന്ന ശമര്യക്കാരി സ്ത്രീ യേശു ക്രിസ്തുമായിട്ട് സംസാരിക്കുന്നത്, അവള് കർത്താവിനെ കണ്ട സമയത്ത് കർത്താവിനോട് സംസാരിക്കുമ്പോൾ അവളുടെ ചരിത്രം അറിയാമല്ലോ, എത്ര ഭർത്താക്കന്മാരൊക്കെ ഉണ്ടെന്നൊക്കെ ഉള്ളത്. 32-33 വയസ്സുള്ള നല്ല, നമ്മുടെ നാട്ടിലെ ഭാഷയിൽ പറയുന്നത് നല്ല ചുള്ളൻ ഒരു ചെറുപ്പക്കാരൻ കിണറിൻ്റെ അടുക്കിലിരിക്കുകയാണ്. ഒറ്റ മനുഷ്യരല്ല ചുറ്റുമങ്ങും. എനിക്ക് തോന്നില്ല അവൾ ദൈവരാജ്യത്തെ കുറിച്ചൊന്നും അധികം ചിന്തിച്ചാണോ എന്ന്. അവളുടെ മനസ്സിൽ 5 ഭർത്താക്കന്മാർ ഇത് മേലെ 6-ാമത്തെ 7-ാമത്തെ എന്നൊക്കെ കണക്കായിക്കൊണ്ടായിരിക്കും ഇവൾ യേശുക്രിസ്തുവിനെ സമീപിക്കുന്നത്. അവരുടെ കോൺവെർസേഷൻ തുടങ്ങുന്നതും കിണറിൻ്റെയും തൊട്ടിയുടെയും വെള്ളം കോരുന്നതും ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ പടപ്പിൽ തട്ടി ഇങ്ങനെ പോവുക. അപ്പോൾ അവസാനം കർത്താവിന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. മനസ്സിലാക്കിക്കൊണ്ട് ഇവളെന്തോ ശുദ്ധീകരിക്കാനാണ് പോകുന്നത് തമ്പുരാനറിയാം. തമ്പുരാനോട് നിനക്ക് എത്ര ഭർത്താക്കന്മാരുണ്ടെന്ന്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത്, എൻ്റെ ഇൻസൈഡ് മനസ്സിലാക്കിയവനാണ് ഈ ഇരിക്കുന്നത്. ഇവൻ ദൈവത്തിൻ്റെ പുത്രനാണ്. ഇവൻ എന്നെ കണ്ടാൽ, ഞാൻ പറയുന്ന വാക്കുകളല്ല അവൻ ശ്രദ്ധിക്കുന്നത്, എൻ്റെ ഹൃദയം കാണാൻ കഴിവുള്ളവനാണ്. അവളുടെ ഹൃദയത്തിലെ തെറ്റുകൾ മുഴുവൻ അവളെ ചൂണ്ടിക്കാണിക്കുകയാണ്. അവൾ പരിപൂർണമായിട്ട് കഴുകി ആ വെസൽ ഷീ വാസ് ക്ലെൻസിങ് ഹെർസെൽഫ്. എന്നിട്ട് പോയി പറയുന്നുണ്ട് ആ മലയിലേക്ക് നോക്കാൻ, അനുദപിച്ച് ദൈവസന്നിധിയിലേക്ക് ഇപ്പോൾ തന്നെ കൊയ്യുവാൻ തരമായിരിക്കുന്ന വിത്തുകളെ നോക്കാനായിട്ട് പറയുന്ന പോലെ അനുതാപത്തിൻ്റെ വലിയൊരു മഹാമാരി അവിടെ നടക്കുകയാണ്. ഇത് നമുക്ക് ഈ ഓരോ വ്യക്തി ജീവിതത്തിൽ നടക്കുന്ന രൂപാന്തരത്തിൻ്റെ, മാനസാന്തരത്തിൻ്റെ, ക്ലെൻസിങ്ങിൻ്റെ അനുഭവമാണ്. ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ സഖായിയുടെ ലൈഫിൽ സഖായി യേശുക്രിസ്തുവിനെ കാണാനായിട്ട് കർത്താവ് കാണരുതെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ പള്ളിയിലൊക്കെ ചിലപ്പം വല്ല കളക്ഷനൊക്കെ ഇപ്പം നമ്മളിങ്ങനെ സൈഡിലോട്ട് മാറി നിൽക്കുമല്ലോ, നമ്മളെ കാണണ്ട, ആരെങ്കിലും കൊടുത്തു തുടങ്ങുന്നൊക്കെ വിചാരിച്ചോണ്ട്. അതുപോലെ മരത്തിൻ്റെ കമ്പിൻ്റെ മകളിൽ കയറിയിരുന്ന ഈ സഖായി നടന്നു പോകുന്ന യേശുദാനെ വിളിച്ചിറക്കുക, സഖായി നീ ഇറങ്ങി വാ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നടക്കുന്ന ആ കോൺവെർസേഷനും അവൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ യേശുദാൻ മനസ്സിലാക്കിയിട്ട് അവന് ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്നിട്ട് അവൻ്റെ ഉള്ളിലുള്ള ഹീസ് ക്ലീനിങ് ദറ്റ് വെസൽ. ആ വെസലിനകത്തുണ്ടായിരുന്ന എല്ലാം എടുത്ത് വെളിയിലോട്ട് ഇടുന്നതാണ് നമ്മൾ കാണുന്നത്. ഞാൻ 1-4 വെച്ച് ദരിദ്രർക്ക് കൊടുക്കുന്നു, ഞാൻ ആരിൽ നിന്ന് എന്തെങ്കിലും അപരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇരട്ടിയായിട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹി വാസ് ക്ലീനിങ് ദാറ്റ് വെസൽ. അതിൻ്റെ ക്ലീനിങ് ആണ് അവിടെ നമ്മൾ കണ്ടത്. ഇത് നമുക്ക് തരുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, ഈ വെസൽസ് ക്ലീൻ ചെയ്യുന്നത് ഈസ് ആൻ ആക്ഷൻ. നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനത്തിൻ്റെ ഒരു പ്രവൃത്തി, ഒരു പ്രക്രിയ, ഒരു ആക്ടിവിറ്റി, ഒരു ആക്ഷൻ
അവിടെ നടക്കണം. നമ്മൾ ഈ തീം വെച്ച് പഠിച്ച് ഇതിൻ്റെ അവസാന ഭാഗമായിട്ടുള്ള കുമ്പസാരത്തിലേക്ക് നമ്മൾ വരുമ്പോഴേക്കും ഈ സക്കായുടെ ലൈഫിലുണ്ടായതുപോലെ, ഈ മുടനാപത്തിൻ്റെ ലൈഫിലുണ്ടായതുപോലെ, ശമരക്കാരിയുടെ ലൈഫിലുണ്ടായതുപോലെ നമ്മളുടെ ഈ വെസൽ, ഇൻസൈഡ് ദ വെസൽ ഇസ് ഫിൽഡ് വിത്ത് സോ മെനി ഫിൽത്തി തിങ്സ്. ഇതെല്ലാം എടുത്ത് വെളിയിലിടുന്ന ഒരു ദിവസമായിട്ട് ഇത് ആയിത്തീരണം. കുമ്പസാരത്തിനായിട്ടൊക്കെ നമ്മൾ വരുന്ന സമയത്ത് കഴിഞ്ഞ ദിവസമൊക്കെ കുഞ്ഞുങ്ങളൊക്കെ കുമ്പസാരത്തെക്കുറിച്ച് പറഞ്ഞു. നമ്മുടെ സഭയുടെ ഈ ശുശ്രൂഷ നല്ലപോലെ നമ്മൾ ആത്മാർത്ഥമായിട്ട് അനുഷ്ഠിക്കുകയാണെങ്കിൽ ഇതൊരു വലിയൊരു ക്ലീനപ്പാണ്. ഇറ്റ്സ് ഗോയിങ് ടു ക്ലീൻ അപ്പ് ദ ഹോൾ വെസൽ. പക്ഷെ പലപ്പോഴും നമുക്ക് പറ്റുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മൾ വിചാരിക്കും എല്ലാം പറയണ്ട, കുറച്ച് കാര്യങ്ങൾ നമ്മളിങ്ങനെ സേവ് ചെയ്ത് ഈ മനസ്സിൻ്റെ ഒരു കൊച്ചു അറയ്ക്കകത്ത് ഇങ്ങനെ വെക്കും. ഞാനിത് പറഞ്ഞ അച്ഛൻ എന്തോ വിചാരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ പല പല തരത്തിൽ ഇങ്ങനെ വിചാരിച്ചുകൊണ്ട്. നിങ്ങൾ ഓർക്കണം, അച്ഛന്മാർ കുമ്പസാരം ഞങ്ങളെ പഠിപ്പിക്കുന്ന സമയത്ത് കുമ്പസാരം കേൾക്കുക. ഇത് നമ്മളിപ്പോൾ ഒരു കാർ ഓട്ടോമൊബൈൽ മെക്കാനിക്ക് കാർ റിപ്പയർ ചെയ്യാൻ പഠിപ്പിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ഡെന്റൽ സർജനെ പല്ലെടുക്കാൻ പഠിപ്പിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഫഷൻ, ഒരു പണി പഠിപ്പിക്കുന്ന പോലെ അച്ഛൻ ഞങ്ങളെ പഠിപ്പിക്കുന്ന ഒരു പണിയായത് ആളുകളുടെ കുമ്പസാരം കേൾക്കുക എന്ന് പറയുന്നത്. ഇത് കേൾക്കുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ ഞാൻ 10-40 വർഷമായിട്ട് അച്ഛനായാണ്. ചിലപ്പം ഹസ്ബൻഡ് വന്ന് കുമ്പസാരിച്ചു, ആ പുള്ളിക്കാരത്തിൻ്റെ എല്ലാ ചരിത്രവും കാര്യങ്ങളെല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു സെക്കൻഡ് കഴിയുമ്പോൾ ഭർത്താവ് വരും. ഈ ഭർത്താവ് പറഞ്ഞ കാര്യം ഭാര്യയോടൊന്ന് പറയാമെങ്കിൽ എല്ലാ പ്രശ്നം തീരും. പക്ഷെ ഞങ്ങൾക്ക് പറയാനൊക്കും ഒക്കത്തില്ല. ഒരാൾ പറഞ്ഞത് ഇറ്റ്സ് ഉണ്ടല്ലോ, അത് ലോക്ക് ആൻഡ് കീ ഇതാണ്. ഞങ്ങൾക്കത് മറ്റൊരാളോട് ഷെയർ ചെയ്യാനായിട്ട് ഒക്കത്തില്ല. അതുകൊണ്ട് ഏത് പട്ടക്കാരൻ്റെ അടുക്കലെ കുമ്പസാരിക്കാനായിട്ട് ചെല്ലുന്ന സമയത്തും നമുക്കത് ഓപ്പൺ അപ്പ് ചെയ്യാം. നമുക്ക് അങ്ങനെ ഒരു നല്ല കുമ്പസാരം നമ്മൾ നടക്കുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ ആക്ടിവിറ്റീസ് ഉണ്ടാകുന്നത്. ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് വരെയും നമ്മൾ ക്ഷമിക്കാതിരുന്നവർ, ഇന്നലെ വരെയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്ന തെറ്റായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ലൈഫിൽ ഇന്ന് വരെയും ജീവിച്ച ജീവിതത്തിനുള്ള ഒരു വ്യതിയാനത്തിൻ്റെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും ഒരു സത്യകുമ്പസാരത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണെങ്കിൽ. ഈ 2025 ക്രിസ്മസ് ടൈമിൽ CBS ന്യൂസിനകത്ത് വന്ന ഒരു സംഭവം ഞാൻ പറയാം. 2010 അമൻഡ മക്ഡോവൻ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ ജോഷുവ മേപ്പിൾസ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ കല്യാണം കഴിക്കുന്നു. 5 വർഷം ഇവരൊരുമിച്ച് താമസിക്കുന്നു. 5 വർഷത്തിനിടെ 2 കുഞ്ഞുങ്ങൾ ജനിക്കുന്നു. അവസാനം ഇവർ തമ്മിൽ വഴക്കുണ്ടാക്കി ഡിവോഴ്സായിട്ട് പോവുകയാണ്. ഡിവോഴ്സായി കഴിഞ്ഞത് 2015 ഒരു ഡിവോഴ്സ് ആകുന്നു. 2017 ഈ മനുഷ്യന് ആഞ്ചല മേപ്പിൾസ് എന്ന് പറയുന്ന വേറൊരു സ്ത്രീയെ കല്യാണം കഴിക്കുന്നു. അവർ സുഖമായിട്ട് ഇങ്ങനെ ജീവിക്കുക. 2022 വരെ ഇവർ രണ്ടുപേരോട് താമസിക്കും. അതേസമയത്ത് തന്നെ എക്സ് വൈഫ് 2 കുഞ്ഞുങ്ങളുടെ ഈ ചൈൽഡ് സപ്പോർട്ടും ഈ സംഭവമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കാം. നമുക്ക് കോമൺ സെൻസിൽ നമുക്ക് വിചാരിക്കാം ഈ എക്സ് വൈഫും ഇപ്പോഴത്തെ വൈഫും തമ്മിലുള്ള സ്നേഹബന്ധം നമുക്ക് മനസ്സിലാക്കാം. ലോകത്ത് അതിനെക്കാട്ട് ശത്രുക്കളായിട്ട് 2 മനുഷ്യരെ കാണത്തില്ല. പക്ഷെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ 2022 ഈ സ്ത്രീ, രണ്ടാമത്തെ ഭാര്യ, ഡയഗ്നോസ്ഡ് വിത്ത് എ കിഡ്നി ഫെയിലിയർ. അവരുടെ 2 കിഡ്നിയും പോയി കഴിഞ്ഞു. അവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട് ഹ്യൂസ്റ്റൺ മെത്തഡിസ്റ്റ് ഹോസ്പിറ്റലിൽ ട്രാൻസ്പ്ലാന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഒരു ദിവസം ഈ എക്സ് വൈഫ് അമാൻഡ എന്ന് പറയുന്ന സ്ത്രീയെ അവർ പോയി അവരുടെ കിഡ്നി പോയി ടെസ്റ്റ് ചെയ്തു. ഈസ് ഇറ്റ് ഒരു മാച്ച് വിത്ത് ആഞ്ചലാസ് കിഡ്നി. അവസാനം അവരുടെ കിഡ്നി കൃത്യമായിട്ട്, അതായത് ബ്രദർ സിസ്റ്ററിൻ്റെ ഒക്കെ മാച്ച് ആവുന്ന പോലെ കൃത്യമായിട്ട് മാച്ചായി. അവസാനം ഈ പാവപ്പെട്ട സ്ത്രീയെ ഹസ്ബൻഡിൻ്റെ വൈഫിന് കിഡ്നി കൊടുത്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ആ സർജറി സക്സസ്ഫുള്ളായി. കഴിഞ്ഞ ക്രിസ്മസ് ടൈമിൽ അവർ CBS ന്യൂസ് റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ് ഞാനീ പറയുന്നത്. ഇത് ഞാനിത് പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ, അവർ റിപ്പോർട്ട് ചെയ്തത് പറഞ്ഞാൽ കേട്ടാൽ നമുക്ക് രസമാണ്. എന്താണെന്ന് പറയാം, എക്സ് കിഡ്നി ഡൊണേഷൻ ഫ്രം ഹസ്ബൻഡ്സ് എക്സ് വൈഫ് സേവ്സ്
ടെക്സസ് വുമൻസ് ലൈഫ് ഇത് ഡിസംബർ 25, 2025 റിപ്പോർട്ട് ചെയ്തതാണ്. ഞാനീ പറഞ്ഞത് നമ്മളുടെ ഉള്ളിൽ ഈ വെസലിനകത്തെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത് നമുക്ക് വെളിയിലിടാമെങ്കിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യാനായിട്ട് സാധിക്കും, നമുക്ക് ക്ഷമിക്കാനായിട്ട് സാധിക്കും, നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരത്തിൻ്റെ മാനസാന്തരത്തിൻ്റെ അനുഭവങ്ങൾ കൊണ്ടുവരാൻ കൊണ്ടും സാധിക്കും. കർത്താവിൻ്റെ തിരിച്ചറി രക്തങ്ങൾ നല്ല ഫ്രഷായിട്ട് ഒരു അഴുക്കുമില്ലാത്ത നല്ല ഒരു വെസലായിട്ട് നമുക്കത് സ്വീകരിക്കാൻ കൊണ്ടും സാധിക്കും. ഈ 2026 ഫാമിലി ആൻഡ് യൂത്ത് കോൺഫറൻസ് അങ്ങനെ ഒരു നല്ല വിശുദ്ധ കുർബാന അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കുമോ? ഞാൻ ഈ ചോദിക്കാൻ എൻ്റെ സഹോദരങ്ങൾ ഓരോരുത്തരോടും ചോദിക്കുകയാണ്. അറ്റ്ലീസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. എത്രയോ പ്രാവശ്യം കുമ്പസാരിച്ചിട്ടുണ്ട്. ഒരു നല്ല കുമ്പസാരം ചെയ്യാൻ, നല്ലതായിട്ട് വിശുദ്ധ കുർബാന അനുഭവിക്കാൻ എനിക്ക് സാധിക്കുമോ? ഇഗ്നാത്യോസ് ഓഫ് ആന്റിയോക്ക് പറയുന്നുണ്ട്, ഹോളി യൂക്കറിസ്റ്റ് ഈസ് ദ മെഡിസിൻ ഓഫ് ഇമ്മോർട്ടാലിറ്റി. മരിക്കാതിരിക്കാനുള്ള മെഡിസിനാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. ആ വിശുദ്ധ കുർബാന അനുഭവിക്കാനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാൻ കൊണ്ടും സാധിക്കുമോ? വെസൽസ് ഓഫ് ഗ്രേസ്, വെസൽസ് ഓഫ് ഗ്രേസ്. ഇന്ന് ഇവിടെ നമ്മൾ കാണുന്ന ആ സ്ക്രീനിൽ കാണുന്ന വെസല്, നമ്മളതിൻ്റെ പുറം കണ്ടാൽ വളരെ മനോഹരമായിരിക്കുകയാണ്. പ്രത്യേകിച്ച് അതിൻ്റെ കളേഴ്സ്, ലൈറ്റ് എല്ലാം കണ്ടാൽ വാട്ട് വിൽ ബി ഇൻസൈഡ് ദാറ്റ് വെസൽ, അത് നമ്മുടെ മനസ്സാണ്. അത് മറ്റാർക്കും കാണാനായിട്ട് സാധിക്കത്തില്ല. നമ്മുടെ മനസ്സാക്ഷി, നമ്മളാകുന്ന വ്യക്തിയുടെ ഇൻസൈഡാണ്. അതൊന്ന് ഓപ്പൺ ചെയ്ത് ഒന്ന് ക്ലീനപ്പ് ചെയ്ത് കർത്താവിൻ്റെ തിരിച്ചറി രക്തങ്ങൾ അനുഭവിക്കാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുമോ? കണ്ണടച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ക്രോധമോഹ മതമാത്സല്യങ്ങൾ തൻ ഘോരമാമന്ധത നിറയും എൻ മനസ്സിൽ ദൈവസ്നേഹത്തിൻ മെഴുതിരി നാളം ദേവാനി കൊളുത്തണേ. ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കും ദിവ്യകാരുണ്യമേ, തളരുമെൻ മനസ്സിന് പുതുജീവൻ നൽകും സ്വർഗീയ ഭോജ്യമേ. മാലാഖമാരുടെ ഭോജനമേ, സ്വർഗീയ ഭോജനമേ. ഒരു നിമിഷം തലകണമെങ്കിൽ പ്രാർത്ഥിക്കാം. Heavenly Father, we thank you for this great day. We are at this time concluding at the last minute of this great conference. Lord, we were learning many things about the vessels of grace, clean vessels. The vessels that they are not clean, different kinds of vessels. അതിനകത്ത് ഏത് തരത്തിലുള്ളൊരു വെസലാണ് എന്ന് നമ്മെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ തക്കവണ്ണം ഈ സന്ധ്യ സാധിക്കുമോ? നമ്മുടെ ഉള്ളിൽ അടിഞ്ഞു കിടക്കുന്ന പാപങ്ങളും കറകളുമൊക്കെയും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ആ പാവ്യ സ്ത്രീ ഒഴിക്കുന്നതുപോലെ ഒരു തുള്ളി കണ്ണീരൊഴുക്കി എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞൊരു സത്യകുമ്പസാരത്തിനായിട്ട് ഒരുങ്ങുവാൻ സഹോദര സഹോദരി നാം എന്ന് ഒരുങ്ങുമോ? കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ, മെഡിസിൻ ഓഫ് ഇമ്മോർട്ടാലിറ്റി, അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ആ ശുദ്ധിയോടെ വിശുദ്ധിയോടെ അനുഭവിക്കുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. നമുക്ക് കൃത്യമായിട്ട് പ്രാർത്ഥിക്കാം. ഈ കോൺഫറൻസിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഇവിടെ നടന്ന എല്ലാ ചടങ്ങുകൾ അനേകർ ഇതിലൊക്കെയും സംബന്ധിച്ചു, ഇതിന് നേതൃത്വം കൊടുത്തവർ, ക്ലാസ്സുകൾ എടുത്തവർ, അങ്ങനെ എല്ലാവരെയും നമ്മുടെ കൂടെ നമ്മോടൊപ്പം ഭക്ഷണത്തിനിരുന്നവർ, ഒരുമിച്ച് ഇരുന്ന ക്ലാസ്സുകൾ എടുത്തവർ, തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയെ ഒന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട്
നമ്മൾ കണ്ട ഓരോ വ്യക്തിയെ മനസ്സിലൊന്ന് വിചാരിച്ചുകൊണ്ട് ദൈവമേ എല്ലാവർക്കും മാനസാന്തരത്തിൻ്റെ നല്ലൊരു സന്ധ്യ നൽകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള ദൈവത്തെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. രക്ഷിതാവേ, ഉത്തരാജയുടെ സ്ലിവായി ഞങ്ങൾ മറിച്ചു കൊള്ളണമേ. കുടിയിരിപ്പിൻ്റെ ഭവനങ്ങളെ ഞങ്ങളെ ശ്രമിച്ചു കൊള്ളണമേ. ദൈവമായ കർത്താവേ, നേരമൊക്കെല്ലാം കാലമൊക്കെ എല്ലാ സമയത്തും ദൈവത്തിൻ്റെ ചിറങ്ങൾ മറിച്ച് ഞങ്ങളോട് കരുണ ചെയ്യണമേ.